നീറ്റ് പരീക്ഷയ്ക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ 106 ടെലിഗ്രാം ഗ്രൂപ്പുകൾക്കും 16 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കുമെതിരെ നടപടി വരികയാണ്. വ്യാപകമായ പ്രചാരണമായിരുന്നു. അക്കൗണ്ടുകൾ നിരോധിക്കാൻ മെറ്റയോടും ടെലിഗ്രാമിനോടും ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അർജുൻ, കർശനമായ നടപടിയാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയാണ് ഈ സൈറ്റുകളെ കണ്ടെത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ്? ത്തിൽ നടന്ന വലിയൊരു ക്രാക്ക്ഡൌണിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ഈ 106 ടെലിഗ്രാം ചാനലുകളെയും അതുപോലെ തന്നെ 16 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളെയും കണ്ടെത്തി അവ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എടുത്തിരിക്കുന്നത്. ഈ മാസം 4-ാം തീയതിയാണ് നീറ്റ് UG പരീക്ഷ. അതിന് മുന്നോടിയായി 2025 ചോദ്യപേപ്പറോട് പല ചാനലുകൾക്കും നേരത്തെ തന്നെ അതിനെ സംബന്ധിച്ച വിവരമുണ്ട്. അത്തരം ചോദ്യപേപ്പർ ലഭിച്ചു എന്നുള്ള തരത്തിൽ വ്യാജ വാർത്ത നൽകുകയും അതിലൂടെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ചോദ്യപേപ്പർ നൽകുക തുടങ്ങിയ തെറ്റായ മോഡൽ, ചോദ്യപേപ്പർ മോഡൽ അടക്കം നൽകുക, അതിലൂടെയെല്ലാം തന്നെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ ടെലിഗ്രാം ചാനലുകൾക്കെതിരെയും അതുപോലെ 16 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയും നടപടി എടുത്തിരിക്കുന്നത്. മെറ്റയ്ക്കും ടെലിഗ്രാമിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കത്ത് എഴുതിയിട്ടുണ്ട്. ഈ ചാനലുകളെ ഇതിനോടകം തന്നെ നിരോധിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമായിരിക്കുന്നത്.